നിന്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ ചുറ്റുവരിക്കുന്നു പെണ്ണെ. ഇനിയും നീ ഇല്ലാതെ വയ്യ. ഒന്ന് വാദിച്ചു പ്ലീസ്. ഒരിക്കലും ഉത്തരം ലഭിക്കാത്ത ഓർമ്മകളായിരുന്നിട്ട് കൂടി ശ്രീ തന്റെ ഓർമ്മകൾക്ക് ഒരുത്താത്ത ആളുകളിൽ ഒന്നുകൂടി മഷി വിതറിയിട്ടു. ഇത് ശ്രീജിത്ത് മേനോൻ, മേലവാരി വീട്ടിലെ ഈ തലമുറയിലെ ഏക ആൺതിരി. വിശ്വജിത്ത് മേനോന്റെയും സംഗീത വിശ്വജിത്ത് മേനോന്റെയും 2 മക്കളിൽ മൂത്തവൻ. ഇവന് താഴെ ഒരു പെൺകുട്ടിയാണ്, ശ്യാമ മേനോൻ. വിശ്വജിത്ത് മേനോനൊരു ചേട്ടനും താഴെ പെങ്ങന്മാരും. എല്ലാവരും പുറത്താണ്. ദീർഘനാൾ മുമ്പിലായിരുന്ന അവർ അവിടുത്തെ ബിസിനസ് എല്ലാം ഉപേക്ഷിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അവിടുന്നാണ് ശ്രീയുടെയും ദശുവിൻ്റെയും കഥ തുടങ്ങുന്നത്. ശ്രീ വല്ലപ്പോഴും മാത്രമാണ് നാട്ടിൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് മുംബൈ ലൈഫായിരുന്നു ഇഷ്ടം. അച്ഛനും അമ്മയും അനിയത്തിയും നാട്ടിലെത്തിയിട്ടും കുറച്ച് ദിവസം മുംബൈയിൽ തന്നെ നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അത് തന്നെയാണ്. മുകളിലാണ് മുറിയെന്ന് മുത്തശ്ശി പറഞ്ഞനുസരിച്ചാണ് റൂമിലെത്തിയപ്പോൾ സുഖമായി കട്ടിൽ പുതച്ചുറങ്ങുന്ന അല്ലുവാണെന്ന് കരുതി ഒരു ചവിട്ട് കൊടുത്ത്. അയ്യോ! അലർച്ച കേട്ടപ്പോഴേ മനസ്സിലായി ആള് ദശുവാണെന്ന്. അന്നാണ് ഞാൻ അവൾ ആദ്യമായിട്ട് കാണുന്നത്. ദക്ഷ, കാര്യസ്ഥ ശങ്കരേട്ടന്റെ മോള്. അമ്മയില്ലാ വളർന്നുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ചെല്ലക്കുട്ടി. പെണ്ണെല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്. പതിയെ അവൾ എനിക്ക് എല്ലാമായി. എല്ലാവരുടെയും ദക്ഷ എൻ്റെ ദശുവായി. പ്രണയം അതിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് എല്ലാം കൊണ്ട് ഒന്നായി തീർന്ന ദിവസങ്ങൾ. പെട്ടെന്നാണ് അമ്മായിയുടെ മകൾ പാറുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചത്. എൻ്റെ ദശുവിനെ മറക്കാൻ കഴിയാത്തതുകൊണ്ടും പാറുവിനെ എനിക്ക് എൻ്റെ പാതിയായി കാണാൻ കഴിയാത്തതുകൊണ്ടും ഞാൻ മുത്തശ്ശിയോടെല്ലാം തുറന്നു പറഞ്ഞു. എന്നാൽ എല്ലാവരും എൻ്റെ ദശുവിനെ എന്നിൽ നിന്ന് അകറ്റി. ഒരു ഭ്രാന്തനെ പോലെ എന്നെ മുറിയിൽ പൂട്ടിയിട്ടു. ഞാൻ അലറിക്കരഞ്ഞെങ്കിൽ ആരും കേട്ടില്ല. സങ്കടം സഹിക്കാൻ വയ്യാതെ അലു എന്നെ തുറന്നു വിട്ടു. ഓടിക്കതച്ച് ഞാൻ ദശുവിൻ്റെ വീട്ടിലെത്തി. ശങ്കരേട്ട, എൻ്റെ ദശു അവളെവിടെ? ഞാൻ കൊണ്ടുപോയിക്കോളാം. ആരും വരാതിലത്തേക്ക് പൊന്നുപോലെ നോക്കാം. എനിക്ക് തരും അവളെ. അവളില്ലാതെ എനിക്ക് പറ്റാണ്ട. പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ഇല്ല കുഞ്ഞേ, എൻ്റെ മോളിവിടെ ഇല്ല. എന്നും ഞാൻ അവിടുത്തെ എല്ലാവർക്കും നല്ല മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ കുട്ടീനി എല്ലാവരുടെയും ഇഷ്ടത്തിന് വേണ്ടി ഞാൻ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിച്ചു. എൻ്റെ മോളിൽ നിന്ന് ഒരാളുടെ ഭാര്യ, മോനും കഴിഞ്ഞെല്ലാം മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങണം. അതും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ച ആ വയസ്സനകത്തേക്ക് പോയി. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലറിക്കരഞ്ഞു. എന്നിട്ട് അവൾ ഇറങ്ങി വരാതെയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദശു അവൾ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണെന്ന്. കണ്ണിൽ കണ്ട എല്ലാത്തിനെയും എല്ലാവരോടും വെറുപ്പ് കാട്ടി. എനിക്കൊരിക്കലും സമ്മതമല്ലാത്തതുകൊണ്ട് പാറുമായുള്ള വിവാഹം വേണ്ടാന്ന് വെച്ചു. ഓരോ ദിവസവും ദശു എന്നിൽ പെയ്യുകയല്ലാതെ തോർന്നില്ല. ഒരു മഴയായി എന്നിലെ വസന്തം മൊത്തം തളിർത്തവൾ ഇന്നെന്നിലെ ഋതുക്കളെ പൊഴിച്ചു. എൻ്റെ അവസ്ഥ എല്ലാ ഹൃദയങ്ങളെയും വിഷമത്തിലാഴ്ത്തി. എൻ്റെ മുറിയും ദശുവിൻ്റെ ഓർമ്മകൾ അടങ്ങുന്ന ഡയറിയുമായി എൻ്റെ ലോകം. മാസങ്ങൾ ഋതുക്കൾ മാറി വന്നു. ദിവസങ്ങൾ ഓടിപ്പോയി. ഒന്ന് മാത്രം മാറിയില്ല, എൻ്റെ ദശു. ഒരിക്കൽ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഞാൻ കേട്ടു. എൻ്റെ ദശു അവളെ അവർ ഇവിടുന്ന് മാറ്റിയതാണെന്ന്. അതേപറ്റി മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ കരച്ചിലായിരുന്നു മറുപടി. പിന്നീട് ഞാൻ അറിയുകയായിരുന്നു എൻ്റെ പാതിയായവൾ. എല്ലാം കൊണ്ടും എൻ്റെ ജീവൻ്റെ തുടിപ്പിനെ വയറ്റിൽ ചുമന്നെന്നറിഞ്ഞ അന്നാണ് അവളെല്ലാവരും ചേർന്ന് എന്നിൽ നിന്ന് അകറ്റിയത്. കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നായപ്പോൾ അവൾ അലറിക്കരഞ്ഞു. അന്ന് അവൾ മുത്തശ്ശിയുടെ അകന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. അമ്മ പറഞ്ഞു തന്ന വഴി അനുസരിച്ച് ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. ഒരു ചെറിയ വീട്, നല്ല ഐശ്വര്യമുണ്ട്. ചെറിയ വീടാണെങ്കിലും ചുറ്റും ഒരുപാട് പൂക്കൾ വെച്ച് നല്ല വലിപ്പമുള്ള മുറ്റവും എല്ലാം കൊണ്ടും സുന്ദരമായിരിക്കുന്നു. ഞാൻ ഉമ്മറത്തേക്ക് കയറിയപ്പോൾ കണ്ടു 4-5 വയസ്സ് തോന്നിപ്പിക്കുന്ന ചെറിയ പെൺകുട്ടി ഇരുന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ഒരു പാൽപുഞ്ചിരി നൽകി അവൾ അകത്തേക്ക് ഓടി. അല്പസമയത്തിന് ശേഷം അവൾ അമ്മയുമായി തിരിച്ചു വന്നു. ആരാ? മനസ്സിലായില്ല. ഞാൻ ദക്ഷ, അവളെ കാണാൻ വന്നാ. വരൂ, അകത്തിരിക്കാം. മനോഹരമായി പുഞ്ചിരിച്ചവർ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. നല്ല വൃത്തിയും ചിട്ടയുമുള്ള വീട്. അകത്തിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നാലുപാടും എൻ്റെ പ്രാണന് തിരയുകയായിരുന്നു. അവളകത്താ, ആ പടിഞ്ഞാറേക്കോളിലുള്ള ചായപ്പീലുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. കാലുകൾക്ക് വല്ലാത്ത തിടുക്കമായിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ പ്രാണൻ്റെ അടുക്കിലെത്താൻ. വളരെ പഴക്കം ചെന്ന വാതിലായതുകൊണ്ട് ഒരു ശബ്ദത്തോടെ എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. ഇരുട്ട് നിറഞ്ഞ ചായപ്പിൻ്റെ ഉള്ളിൽ വാതിൽ തുറന്ന പ്രകാശമാകെ നിറഞ്ഞു. എൻ്റെ കണ്ണുകൾ ചുറ്റും പരതി. അത് ചെന്നെത്തിയ ജനൽ പിടിച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലേക്കാണ്. ഞാൻ പതിയെ അങ്ങോട്ടേക്ക് നടന്നു. മാമനെങ്ങടാ, അങ്ങോട്ട് പോവില്ലേ, ചേച്ചി തല്ലും. ദച്ചുവിനെ ആരെയും അറിയില്ല. ആര് വന്നാലും അവൾ എല്ലാവരെയും ഉപദ്രവിക്കും. കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരച്ചില്ല. പിന്നെ അതൊരു ശരിയാകും. ആകെ ശ്രീയേട്ടൻ എന്ന് മാത്രം അവൾ പറയുന്നു. എൻ്റെ ശ്രീയേട്ടൻ വരും, എന്നെ കൊണ്ടുപോകുമെന്ന് പറയും. പിന്നെ ഒരുപാട് കരയും. എൻ്റെ നോട്ടം കണ്ടിട്ടാവണം ആ സ്ത്രീ അത് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ നിലത്തേക്ക് കൂർന്ന് മുട്ടുകളിൽ മുഖമൊളിപ്പിച്ച് കരഞ്ഞു. മോളെ, ദച്ചു. എൻ്റെ വിളി കേട്ടിട്ടെന്തോ അവൾ പതിയെ തിരിഞ്ഞു. ദച്ചുവിൻ്റെ പ്രേതമെന്ന് വേണം പറയാൻ. എന്നെ കാണുമ്പോൾ തിളങ്ങുന്ന അവളുടെ വെള്ളാരം കണ്ണുകളിൽ ഇന്ന് മിഴിനീർ വാർന്ന് അത് കുഴിഞ്ഞുപോയി. ഉറക്കം നഷ്ടപ്പെട്ട രാവുകളിലെ അന്ധകാരം അവളുടെ കണ്ണിനെ ചുറ്റും വലയം ചെയ്തിരിക്കുന്നു. എൻ്റെ താലി ഏറ്റുവാങ്ങേണ്ട ശംഖ് പോലുള്ള അവളുടെ കണ്ടം എല്ലുന്തി നിൽക്കുന്നു.
എൻ്റെ ജീവൻ്റെ അടയാളം. ഞങ്ങളുടെ കുഞ്ഞിപ്പോഴും അവളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന പോലെ ഇപ്പോഴും അവളുടെ വലത് കൈ വയറിന് ചുറ്റും വലയം ചെയ്തിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ആ കൈകളുടെ മുറുക്കമൊന്ന് കൂടി, കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അടുത്തേക്ക് വരില്ലേ പ്ലീസ്, ഒന്നും ചെയ്യില്ലേ, എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ. അവൾ അതും പറഞ്ഞ് പദം പറഞ്ഞ് കരയുകയാണ്. എൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകുകയാണ്. ഞാൻ മെല്ലെ അവിടെ അടുത്തിരുന്നു. ആ കവിളിൽ തലോടിയതും എൻ്റെ കൈകളെ അവൾ കടിച്ചു. ചോര വന്നിട്ട് മോചിപ്പിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ മോചിപ്പിച്ചുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു ഉറക്കെ. തിരിച്ചുള്ള യാത്രയിൽ എൻ്റെ ഒപ്പം എൻ്റെ പെണ്ണുണ്ടായിരുന്നു. ശ്രീയേട്ടാ ഒന്നിങ്ങ് വന്നേ. എന്താ പെണ്ണേ, എന്തിനെ വിളിച്ചു പോകുന്നു? നോക്കി പൊന്നുമോൾ എന്താ കാട്ടിയെന്ന്. ആ കൺവെൻഷൻ മൊത്തം അങ്ങ് മേലുതേച്ച് നിൽക്കുക. നല്ല ആളെ നോക്കി ഏൽപ്പിച്ച്. ഞാൻ കുളിച്ചു വരുന്നവരെ നോക്കാൻ പറഞ്ഞിട്ട് എടുപ്പോയി. ഒരു കോള് വന്ന അപ്പോഴേക്കും കളിപ്പണ് കുറുമ്പ് കാട്ടുന്ന കരുതിയില്ല. ഇതാണ് ശ്രീയുടെയും തെച്ചുവിൻ്റെയും മകൾ 1.5 വയസ്സുകാരി അമ്മു എന്ന ആരാധ്യ. അവരുടെ പ്രണയം എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അവരിപ്പോൾ ജീവിക്കുകയാണ്. അവർ ജീവിക്കട്ടെ സന്തോഷമായി തന്നെ.